ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കെമിസ്ട്രിയുടെ ലാസ്റ്റ് ഡേയിലാണ്. അപ്പൊ നമ്മൾ കുറച്ച് ബേസിസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്ലസ് വണ്ണിന് ആവശ്യമായിട്ടുള്ള ഇനിയും നമ്മൾ എന്തൊക്കെയാണോ ബേസിസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളത്, സോ ആ ഒരു കാര്യങ്ങളോട് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. നമ്മൾ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പ്ലസ് വണ്ണില്. അപ്പൊ ആ ചാപ്റ്ററിന് വേണ്ട മോൾ കൺസെപ്റ്റ് ആയിരുന്നു. മോൾ കൺസെപ്റ്റ് ഞാൻ ഒന്ന് കൈവശം പറഞ്ഞു. എന്താണെങ്കിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വിശദമായിട്ട് കുറെ സമയം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം. ഓക്കെ, പിന്നെ അതിനുശേഷം ആറ്റമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ആറ്റമിക് സ്ട്രക്ചർ എന്ന ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് കൺസെപ്റ്റ് നമുക്ക് ഓൾറെഡി ഉണ്ട്. നമുക്ക് ഇലക്ട്രോൺസിനെ കുറിച്ചും പ്രോട്ടോൺസിനെ കുറിച്ചും ന്യൂട്രോൺസിനെ കുറിച്ചും അതിന്റെ ക്യാരക്ടർ ഒക്കെ നമുക്ക് അറിയാം. അതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരെ നമുക്ക് അവിടെ ആവശ്യമുണ്ട്. അത് ഞാൻ റെക്കോർഡ് വീഡിയോ ആയിട്ട് എക്സ്ട്രാ ഇട്ട് തരാം. പിന്നെ മോൾ കൺസെപ്റ്റിന്റെ കുറച്ച് പ്രോബ്ലംസും എക്സ്ട്രാ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരുന്നുണ്ട്. ഓക്കെ, അതിനുശേഷമുള്ള നമ്മളുടെ ചാപ്റ്റർ ആണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ പീരിയോഡ് ടേബിളിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പീരിയോഡ് ടേബിളിൽ 18 ഗ്രൂപ്പ്സ് ഉണ്ട് എന്നും 7 പീരിയഡ്സ് ഉണ്ട് എന്നും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് ഏത് ഏത് ഗ്രൂപ്പാണ്, ഏത് പീരീഡ് ആണ്, ഏത് ബ്ലോക്ക് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ അറിയാം. പിന്നെ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള പീരിയോഡിക് പ്രോപ്പർട്ടീസ് ലൈക്ക് അറ്റോമിക് സൈസ്, അയോണൈസേഷൻ എനർജി. ഓക്കെ, അയോണൈസേഷൻ എനർജി കേട്ടിട്ടുണ്ടാവുമല്ലോ. അതേപോലെ തന്നെ നമ്മളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇങ്ങനെയുള്ള ഓരോരോ പീരിയോഡിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ഡിഫറെന്റ് എലമെന്റ്സ് എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സൗണ്ട് കട്ടാവുന്ന പ്രശ്നമുണ്ടോ? സൗണ്ട് കട്ടാവുന്ന അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടോ? നെറ്റിന്റെ പ്രശ്നമുണ്ടോ? ഇനി നെറ്റ് ഇഷ്യൂ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്യാം. ഓക്കെ, ചില ആൾക്കാർക്ക് അത് നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്നതിന്റെ നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കാം, മേ ബി. ഓക്കെ, എനിക്കറിയില്ല. ഞാൻ ഈ ഒരു വീക്ക് മുതൽ പുതിയൊരു നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടും എന്താണെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും അത് പ്രശ്നമില്ലെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ബ്രോഡ്ബാൻഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നെറ്റ്വർക്ക് യൂസ് ചെയ്യുമ്പോൾ എന്താണെങ്കിലും ഇപ്പൊ ഓൺലൈൻ തന്നെയായിരിക്കും. നമ്മുടെ 20 വർഷവും കൂടുതലായിട്ട് ക്ലാസ്സുകൾ ഉണ്ടാവും. അതനുസരിച്ചുള്ള നമ്മുടെ ആ ഒരു ഏരിയയിൽ നെറ്റ് ഒന്നും വലിയ കാര്യമായിട്ട് ഇല്ല എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ബ്രോഡ്ബാൻഡോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, കാരണം റെക്കോർഡ് വീഡിയോ കണ്ടോളാം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, റെക്കോർഡ് വീഡിയോ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് വരാം. നമ്മളുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് നമ്മളുടെ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ. കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള ബോണ്ടിങ് ടൈപ്പ് നിങ്ങൾ പഠിക്കും. അതായത് അയോണിക് ബോണ്ടിങ് ഉണ്ട്, കൊവാലന്റ് ബോണ്ടിങ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സോ കൊവാലന്റ് ബോണ്ടിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തില് സഹസംയോജക ബന്ധനം എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ബോണ്ടിങ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയും അയോണിക് ബോണ്ടിങ് എന്ന് വെച്ചാൽ നമ്മുടെ അയോണിക ബന്ധനം എന്ന് പറയുന്ന എന്താണ് ഒരു ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ടിങ് ആണ്. സോ എനിവേ, നമ്മൾ അതിന്റെ കുറച്ച് ഇൻട്രോഡക്ടറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാം. ഞാൻ കൊവാലന്റ് ബോണ്ടിങ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യം ഇല്ല എന്ന് തോന്നുന്നു. ഓക്കെ, കൊവാലന്റ് ബോണ്ടിങ്ങിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. പിന്നെ അതുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യം നമ്മൾ വാലൻസി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. കാരണം പല ആൾക്കാർക്കും 10th കഴിഞ്ഞു പ്ലസ് 1 എത്തി കഴിയുമ്പോഴും ഈ വാലൻസി എന്താണെന്ന് അറിയില്ലാത്തൊരു പ്രശ്നം പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ വർഷങ്ങളായിട്ട് നമ്മൾ പ്ലസ് 1 എടുത്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ എന്താ പറയാ, സ്റ്റുഡൻസിന്റെ അടുത്തുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടിയ പ്രകാരമാണ് ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ കൊവാലന്റ് ബോണ്ടിങ് എങ്ങനെയാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ടൈം ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. വാട്ട് ഈസ് വാലൻസി? ഓക്കെ, വാലൻസി എന്താണെന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു എലമെന്റ് നൈട്രജൻ. നൈട്രജന് 7 ആണ് അതിന്റെ ആറ്റോമിക് നമ്പർ. വാട്ട് ഈസ് എ നോർമൽ ഓർഡിനറി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 2,5 അല്ലെ? എല്ലാവർക്കും അറിയാം ഇതിന്റെ നോർമൽ ആയിട്ടുള്ള ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് വരുക? 2,5 എന്നാണ്. ഇത് നോക്കിയേ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെൽ, ഇതാണ് സെക്കൻഡ് ഷെൽ. ഈ സെക്കൻഡ് ഷെല്ലിന് നമ്മൾ പറയുന്ന പേര്, ദാറ്റ് മീൻസ് അത് ഏറ്റവും
പുറമെയുള്ള ഷെല്ലാണ് നമ്മൾ അതിനെ എന്ത് പറയും? ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയും അല്ലെ? ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് പറയും അല്ലെ? ഏറ്റവും അവസാനത്തെ ഷെല്ലിനെ നമ്മൾ എന്താ വിളിക്കാറുണ്ടായിരുന്നത്? ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് വിളിക്കും. അല്ല എങ്കിൽ നമ്മൾ വേണമെങ്കിൽ വാലൻസ് ഷെൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ ഒരു എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി അതിന് ഏറ്റവും അവസാനത്തെ ഷെല്ലിൽ 2,5 അവസാനത്തെ ഷെല്ലില് 5 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പൊ അവസാനത്തെ ഷെല്ലിൽ നമ്മൾ പറയുന്ന പേരാണ് ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ്? വാലൻസ് ഷെൽ എന്ന് പറയും. ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ മാത്രമാണ് ഈ റിയാക്ഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. അതായത് നമ്മളിപ്പോ ഒരു കെമിക്കൽ ബോണ്ടിങ് നടക്കുമ്പോൾ ഒരു ആറ്റവും മറ്റൊരു ആറ്റവും കൂടെ കമ്പൈൻ ചെയ്യുവാണല്ലോ, കൂടിച്ചേരുവാണല്ലോ. അപ്പൊ ഈ കൂടിച്ചേരലുകൾ, ഈ കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ടാവുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലുകൾ തമ്മിലേ അവിടെ എന്ത് ചെയ്യുള്ളൂ? റിയാക്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. മറ്റുള്ള ഷെല്ലുകളിലുള്ള ആൾക്കാരൊന്നും അവിടെ എന്ത് ചെയ്യുന്നില്ല? പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ എനിവേ നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 5 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. ഇതിന് സ്റ്റെബിലിറ്റി കിട്ടണം. സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ഷെല്ലില് എത്ര ഇലക്ട്രോൺസ് വേണം? സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് വേണം. എല്ലാവർക്കും അറിയാം അക്കോർഡിംഗ് ടു എന്താണ്? ഒക്ടറ്റ് റൂൾ അല്ലെ? ഒക്ടറ്റ് റൂൾ പ്രകാരം ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് കിട്ടണം. അപ്പോൾ ഉള്ള പോസിബിലിറ്റി എന്താണെന്ന് നോക്കാം. നൈട്രജന് ഒന്നെങ്കിൽ 5 ഇലക്ട്രോണിനെ എന്ത് ചെയ്യാം? 5 ഇലക്ട്രോണിനെ ലോസ് ചെയ്യാം. 5 ഇലക്ട്രോൺ ലോസ് ചെയ്യാം. 5 ഇലക്ട്രോൺ ലോസ് ചെയ്യുക എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. നൈട്രജനകത്ത് 5 ഇലക്ട്രോണിനെ ലോസ് ചെയ്യാറില്ല. അപ്പൊ അത് നടക്കുന്ന കാര്യമല്ല. ഞാൻ അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, രണ്ടാമത്തെ കേസ് വെച്ചിട്ട് എന്താണ്? 3 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാം. 3 ഇലക്ട്രോൺസിനെ ഗെയിനിങ് ചെയ്യാം. ഓക്കെ, 3 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യണം. അപ്പൊ ഈ പറയുന്ന നൈട്രജൻ 3 ഇലക്ട്രോൺസിനെ കൂടെ ഗെയിൻ ചെയ്യുവാണെങ്കിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് ആവും അല്ലെ? 3 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുവാണെങ്കിൽ 5 + 3 8 ഇലക്ട്രോൺസ് ആയിട്ട് മാറും. 8 ഇലക്ട്രോൺസ് ആയിട്ട് മാറും. അതിന് സ്റ്റെബിലിറ്റി കിട്ടുകയും ചെയ്യും. സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അപ്പോ ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഷെയറിംഗിൽ ചെയ്യണം. ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യണം. അപ്പോൾ എന്താണ്? അത് 3 ഇലക്ട്രോൺസിനെയാണ് അതിന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി എത്ര ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നു, ആ ഒരു നമ്പറിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വാലൻസി എന്ന് പറയുന്നത്. വാലൻസി എന്ന് പറയുന്നത് വാലൻസി. അപ്പൊ എന്താണ് നൈട്രജന്റെ വാലൻസി? നൈട്രജന്റെ വാലൻസി എത്രയാണ്? 3 ആണ്. നൈട്രജന്റെ വാലൻസി എത്രയാണ്? 3 ആണ് നൈട്രജന്റെ വാലൻസി. അപ്പൊ ഈ രീതി നമുക്ക് എന്ത് ചെയ്യാം? ഒരു എലമെന്റിന്റെ വാലൻസി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരു എലമെന്റിന്റെ വാലൻസി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ മറ്റൊരു പോസിബിലിറ്റി നമ്മൾ നോക്കുന്നത് എന്താണ്? മറ്റൊരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ നമ്മൾ സൾഫർ എന്ന് പറയുന്ന എലമെന്റിനെ നിങ്ങൾ സെലക്ട് ചെയ്യും. സൾഫർ എത്രയാണ്? സൾഫറിന്റെ ആറ്റമിക് നമ്പർ എത്രയാണ്? സൾഫറിന്റെ വാട്ട് ഈസ് ആറ്റമിക് നമ്പർ ഓഫ് സൾഫർ? എത്രയാണ് സൾഫറിന്റെ ആറ്റമിക് നമ്പർ? യെസ്, ആറ്റമിക് നമ്പർ എത്രയാണ്? 16 അല്ലെ? 16 ആണ്. നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ +1ലേക്ക് വരുന്നതിന് മുൻപേ ഒരു 1 to 30 1 മുതൽ 30 വരെയുള്ള എലമെന്റ്സിനെയെങ്കിലും നിങ്ങളത് പഠിച്ചു വെക്കണം. 1 മുതൽ 30 വരെയുള്ള എലമെന്റ്സും അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, എന്നിട്ട് +1ലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുന്നതിന് മുൻപേ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ +1ഉം +2 നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേനും നമ്മൾ പീരിയോഡ് ടേബിൾ ഫുൾ നമ്മൾ ബൈ ഹാർട്ട് ആവും. പീരിയോഡ് ടേബിൾ ഫുൾ നമ്മൾ എന്താണ്? ബൈ ഹാർട്ട് ആവും. ഈ ബൈ ഹാർട്ട് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോഴേ നമുക്ക് എന്താ പറയുക? അതൊരു എന്താണ് സയന്റിഫിക് ആയിട്ടുള്ള കാര്യമല്ലല്ലോ അല്ലേ നമ്മൾ വിചാരിക്കാറുണ്ട് അല്ലെ? ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് അത് മനസ്സിലാക്കി പഠിച്ചാൽ പോരെ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷെ എങ്കിൽ പോലും മനസ്സിലാക്കി പഠിച്ചാൽ മതി. മനസ്സിലാക്കി തന്നെയാണ് പഠിക്കുന്നത്. ഓക്കെ, എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ എന്താണ് ബൈ ഹാർട്ട് തന്നെ ചെയ്യേണ്ടി വരും. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ബൈ ഹാർട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. +1 +2 വരുന്നുണ്ട്. 10th വരെ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കുറവായിരുന്നു. +1 +2 എത്തിക്കഴിയുമ്പോഴതിനും നമുക്ക് എന്തൊക്കെയാണെങ്കിലും എസ്പെഷ്യലി ബയോളജി, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുവാണെങ്കിൽ ഒരുപാട് ഉണ്ടാവും. കമ്പ്യൂട്ടർ സയൻസിൽ ഒരുപാട് ബൈ ഹാർട്ടിങ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവും. അത് കുറച്ച് സമയം കഴിയുമ്പോൾ അത് റെഡി ആയി കിട്ടും കേട്ടോ. കെമിസ്ട്രിയിലുണ്ട്, ഫിസിക്സിലുണ്ട്. കമ്പാരിറ്റീവ്ലി ബയോളജിനെക്കാളും കുറവാണെന്ന് പറയാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ബൈ ഹാർട്ട് ചെയ്യാം? ചില ആൾക്കാർക്ക്, എനിക്കൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്തൊന്നും
ഈ ബൈഹാർട്ട് ചെയ്യാന്ന് പറയുന്ന കാര്യം നടക്കുകയില്ല. അച്ചടിച്ച പോലെ അങ്ങനെ തന്നെ പഠിക്കുക എന്ന് പറയുന്ന കാര്യം നടക്കുകയില്ല. അപ്പൊ നമുക്ക് എങ്ങനെ ഈ ബൈഹാർട്ട് ചെയ്യാം എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഇടയ്ക്കൂടെ ഒന്ന് പറഞ്ഞു പോകണേ. അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചില ആൾക്കാരൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് നമ്മൾ ഇന്നലെ സാർ ഒരു എന്താ പറയാ ഒരു എസ്സേ എഴുതി തന്നു, അത് നെക്സ്റ്റ് ഡേയിൽ എക്സാം ഉണ്ട്, എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ എത്ര പ്രാവശ്യം അത് പഠിച്ചിട്ടോ എന്താ പറയാ അത് അങ്ങനെ തന്നെ എഴുതാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷെ ചില കുട്ടികളൊക്കെ എന്താണ് അങ്ങനെ തന്നെ പോയിട്ട് എഴുതുന്നുണ്ട് എന്ന് പറയുന്ന ആൾക്കാർ ശരിയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേദിവസം പഠിപ്പിക്കുന്ന കാര്യം പിറ്റേ ദിവസം എഴുതുന്ന കാര്യമല്ല പറഞ്ഞത്. നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോ ഒരു 1 മന്ത് കഴിഞ്ഞിട്ടാണ് എക്സാം ഉണ്ടാവുക, അല്ലെങ്കിൽ 1 ഇയർ കഴിഞ്ഞിട്ടാണ് എക്സാം ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ടൈം മെമ്മറിയാണ് നമുക്ക് വേണ്ടത്. ഷോർട്ട് ടൈം ആയിട്ട് നമുക്ക് മെമ്മറൈസ് ചെയ്യാം, അതുപോലെ തന്നെ ലോങ് ടൈം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെമ്മറൈസ് ചെയ്യാം അല്ലെ. ലോങ് ടൈം ആയിട്ട് മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും, ഷോർട്ട് ടൈം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഷോർട്ട് ടൈം ആയിട്ട് മെമ്മറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം അത് നമുക്ക് ഒരിക്കലും ഉപകാരപ്രദമാവില്ല. നമുക്ക് ലോങ് ടൈം ആയിട്ട് നമ്മൾ മെമ്മറൈസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾക്കിപ്പം ഫിസിക്സിന്റെ ഒരു 4 ഇക്വേഷൻ നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. ബൈഹാർട്ട് ചെയ്യാൻ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കാം. ഫിസിക്സിന്റെ വലിയ ഇക്വേഷൻ ആണ്. ഓക്കെ, നമ്മൾ 10th കാണുന്ന പോലെ ഒന്നും അല്ല ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ +1 സയൻസ് എടുക്കാണ്ടിരിക്കരുത് കേട്ടോ. ഓക്കെ, അങ്ങനെ സയൻസ് എടുക്കാണ്ടൊന്നും പോകണ്ട. നമുക്ക് കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ സയൻസ് എന്ന് വെച്ചാൽ തന്നെ എന്താണ്, എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു സറൗണ്ടിങ് ആണ്. സയൻസ് വെച്ചാൽ എന്താണ്, സയൻസ് എന്ന് വെച്ചാൽ എന്താണ്, സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു എന്താണ്, സറൗണ്ടിങ് ആണ്. നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഈ 2 വർഷമല്ല, ഒരു സയൻസിന്റെ ഒരു സ്റ്റഡീസ് ആ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സിസ്റ്റമാറ്റിക് ആവണം. ഓക്കെ, അല്ലാതെ നമ്മൾ തോന്നിയതുപോലെ ആയാൽ ശരിയാവില്ല. കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കൃത്യമായിട്ടൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോയാൽ എല്ലാം വളരെ ഈസി ആകും. അല്ലാതെ നമ്മൾ കിടന്നിട്ട് ഓക്കെ നമ്മുടെ അടുത്ത വീട്ടിലെ ഒരു ചേട്ടനുണ്ട്, ഫുൾ രാത്രി ഒന്നും ഉറങ്ങുന്നില്ല, ഫുൾ +1 സയൻസ് ആണ് എടുത്തത്, ഓക്കെ +1 +2 സയൻസ് ആണ് എടുത്തത്, ഓക്കെ ഉറക്കമേ ഇല്ലായിരുന്നു സാറേ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയാണ്, +1 സയൻസ് എടുക്കാൻ പേടിയൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, വളരെ കൂളായിട്ട് ഇപ്പൊ എനിക്കറിയാം, എന്റെ ഒരു പ്രീവിയസ് ഇയറിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഓഫ്ലൈൻ ക്ലാസ്സിന്റെ സമയത്താണ്, ഓൺലൈൻ ക്ലാസ്സിന്റെ സമയത്തല്ല, ഓഫ്ലൈൻ ക്ലാസ്സിന്റെ സമയത്താണ്. ഓക്കെ, അവന് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില് എല്ലാ മൺഡേ ആണ് എക്സാം, എല്ലാ മൺഡേ എക്സാം ഉണ്ട്. ഓക്കെ, എല്ലാ മൺഡേ എക്സാം ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു, എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഓക്കെ, അവന് സൺഡേ അവനൊന്നും പഠിക്കില്ല. സൺഡേ ഒന്നും പഠിക്കാത്തതിന്റെ കാരണം അവര് റിലീജിയസ് ആയിട്ട് തന്നെ അവൻ സൺഡേ എന്താണ് ബുക്സ് പഠിക്കാൻ പാടില്ല, അങ്ങനെ ഒരു അതായിരുന്നു. എല്ലാ പ്രാവശ്യവും അവനാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടില് ആ ഒരു ഗ്രൂപ്പിന്റെ എക്സാം നടത്തും ഫസ്റ്റ് റാങ്ക് വരിക. അവൻ നോക്കി, നമ്മളിങ്ങനെ തലേദിവസം രാത്രി എക്സാമിന്റെ തലേദിവസം രാത്രി മുഴുവൻ എടുത്ത് നമ്മളിങ്ങനെ എന്താ തലകുത്തി മറിഞ്ഞ് ഉറക്കം വിളിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ദിവസം നമ്മൾ ഒരു 7 മണിക്കൂർ ഉറങ്ങിക്കോ, 7 മണിക്കൂർ ഉറങ്ങണം നിർബന്ധമാണ്. കാരണം നമ്മൾ +1 +2 സയൻസ് പഠിക്കുക എന്ന് പറയുമ്പോൾ എന്തുമാത്രം കാര്യങ്ങളാണ് പഠിക്കുക. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്, നമ്മൾ അത്രയും കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മുടെ ബ്രെയിന് റെസ്റ്റ് വേണ്ടേ. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഒരു 7 മണിക്കൂറൊക്കെ നമ്മൾ എന്തായാലും ഉറങ്ങണം, അതിനൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്ത് ചെയ്യാം, സിസ്റ്റമാറ്റിക് ആയാൽ മതി, അല്ലെങ്കിൽ പിന്നെ എന്തായാലും വേസ്റ്റ് ആയി പോകും. 2 കാര്യങ്ങൾ പറയാം പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, അന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, അന്ന് തന്നെ പഠിക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ ഇന്നൊരു ടോപ്പിക്ക് ഞാൻ പഠിപ്പിച്ചു, ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ അന്ന് തന്നെ പോയിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പിറ്റേ ദിവസം വരുവാണെങ്കിൽ പിറ്റേ ദിവസം വരുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിലോ, ഞാൻ ഇന്നൊരു കാര്യം പഠിപ്പിച്ചു, നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആ കാര്യം നോക്കിയേ ഇല്ല, നെക്സ്റ്റ് ഡേയിൽ നിങ്ങൾ ക്ലാസ്സിൽ അതേപോലെ വന്നിരിക്കുകയാണ്. നെക്സ്റ്റ് ഡേ ഞാൻ അതിന്റെ ബാക്കിയല്ലേ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. സയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, സയൻസ് എസ്പെഷ്യലി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഏതാണെങ്കിലും മാത്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ ഒരു ദിവസം പഠിപ്പിക്കുന്നതിന്റെ ബാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ദിവസം പഠിക്കുക. അപ്പൊ ഒരു ദിവസം പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്തിട്ടില്ല എങ്കിൽ നെക്സ്റ്റ് ഡേയിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ഫോളോ ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പൊ അതെന്താണ്, ഭയങ്കര ടഫായിട്ട് മാറും. എന്നാൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെറുതായിട്ടാണെങ്കിൽ പോലും ഒന്ന് വായിച്ചു നോക്കി, നെക്സ്റ്റ് ഡേയിൽ വരുമ്പോൾ എന്തായിരിക്കും, അത് ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. ഒന്നും ടഫല്ല, ഭയങ്കര അത് എത്ര ടഫുള്ള ചാപ്റ്റർ ആണെങ്കിൽ പോലും ഓരോ ദിവസവും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ പഠിക്കുക. പല ആൾക്കാരും ചെയ്യുന്ന കാര്യം എന്ന് അറിയാമോ, അങ്ങനെയൊന്നും ഞാൻ പഠിക്കില്ല. ഓക്കെ, അങ്ങനെയൊന്നും പല ആൾക്കാരും പഠിക്കില്ല. ഇവിടെ എല്ലാം കൂടെ എന്ത് ചെയ്യും, അതിന്റെ എക്സാം വരുമ്പോൾ ചിലപ്പം ചില സ്കൂളിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ യൂണിറ്റ് ടെസ്റ്റ് പോലും ഉണ്ടാവുകയില്ല. അപ്പൊ അവസാനത്തെ നമ്മുടെ ഒറിജിനൽ ഫൈനൽ എക്സാം വരുമ്പോഴായിരിക്കും എല്ലാം കൂടെ ലാസ്റ്റ് കാണുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. അതായത് നമ്മൾ ഓരോ ദിവസം പഠിപ്പിക്കുന്ന സംഭവം ടോപ്പിക്ക് അന്ന് തന്നെ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു 1 അവർ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്ക് നിങ്ങൾ അന്ന് തന്നെ പോയിട്ട് വീട്ടിൽ പോയിട്ട് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഒരു
10 മിനിറ്റ്സ് 30 മിനിറ്റ്സിന്റെ ഇടയിൽ നിങ്ങൾക്ക് പഠിച്ചു തീരാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിറ്റേ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം, എല്ലാം ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. എന്നാൽ നിങ്ങൾ അന്ന് നോക്കിയില്ല, ഒരു 1 വീക്ക് 2 വീക്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ആ സെയിം ടോപ്പിക് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 2 hours എടുക്കും. അപ്പൊ 10 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റുന്ന കാര്യം നിങ്ങൾ 2 മണിക്കൂർ എടുത്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ തന്നെയല്ലേ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരിക. അപ്പൊ നോക്കുമ്പോൾ എന്താ, നിങ്ങൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുക, നിങ്ങൾ ഒരു എന്താ പറയാ രാത്രി കിടന്ന് ഉറങ്ങുന്ന പോലുള്ള നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യുക. പക്ഷെ അതിന്റെ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന്റെ റിസൾട്ട് അവിടെ കിട്ടുന്നില്ല. കാരണം എന്താ, അത്രയും സിസ്റ്റമാറ്റിക് അല്ല നിങ്ങൾ പോയത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ തീർച്ചയായിട്ടും കുറെ ഞാൻ ബൈഹാർട്ട് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. ബൈഹാർട്ട് ചെയ്ത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം ഫിസിക്സിന്റെ ഒരു ഇക്വേഷൻ, കുറെ ഒരു 4 ഇക്വേഷൻ ഉണ്ട്. നമുക്ക് എന്താണ് ബൈഹാർട്ട് ചെയ്ത് പറ്റും? നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ചാപ്റ്ററിലും അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ ഒരു ചെറിയൊരു ബുക്ക്, ഓക്കെ, നമ്മൾ സാധാരണ നമ്മുടെ ഷോർട്ട് നോട്ട്, നമ്മുടെ ചെറിയ ബുക്സ് ഉണ്ടാവില്ലേ, ഈ ഒരു ചെറിയ ബുക്ക് നമ്മൾ ഇതുപോലെ മേടിച്ചിട്ട് ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് നോട്ട്. അതായത് നമുക്ക് ഈ കാര്യങ്ങൾ ഒറ്റ ദിവസം പഠിച്ചാൽ നമുക്ക് അത് ക്ലിയർ ആവില്ല, ഒറ്റ ദിവസം മാത്രം ഞാനത് പഠിച്ചാൽ എനിക്ക് ഓർമ്മ നിൽക്കില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഈ ഷോർട്ട് നോട്ടിൽ ഓരോ ചാപ്റ്ററിന്റെ ഓരോ ദിവസം പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് അത് അന്ന് ഒരു പ്രാവശ്യം എഴുതി നോക്കുക. ആഫ്റ്റർ 1 ഡേ നിങ്ങൾ എഴുതി നോക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആ പറയുന്ന കാര്യങ്ങൾ എഴുതി നോക്കുക. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇടവേളകളിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എഴുതി നോക്കുകയാണെങ്കിൽ എത്ര വലിയ ഇക്വേഷൻ ആണെങ്കിലും നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മൾ പല പ്രേയേഴ്സ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പല പ്രേയേഴ്സും നമ്മൾ ചില മലയാളത്തിൽ പോലുള്ള പ്രേയേഴ്സ് ആയിരിക്കില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രേയേഴ്സ് ഒക്കെ നമുക്ക് എന്താണ് കാണപ്പാട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതിന് കാരണം എന്താ, എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്രേയേഴ്സ് ഒക്കെ നമ്മൾ ചൊല്ലുന്നുണ്ട്. അങ്ങനെ ചൊല്ലി നമുക്ക് എന്ത് ചെയ്യണം, ആ പ്രേയേഴ്സ് ഒക്കെ നമുക്ക് അത്രയും ബൈഹാർട്ടിങ്. അതായത് പല സമയത്തായിട്ട് നിങ്ങൾ ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ എന്താ നല്ല തറവായിട്ട് മാറും. ഓക്കെ, ഞാൻ പറയുകയാണെങ്കിൽ ടോപ്പിക് ഞാൻ പഠിപ്പിച്ചിട്ട് നിങ്ങൾ പിറ്റേ ദിവസം തെറ്റിച്ചു, ഞാൻ പറയണം 100 പ്രാവശ്യം ഇവിടെ എംപോസിഷൻ എഴുതിക്കുവാൻ പറയാം, ഒരു കാര്യം അതുകൊണ്ടില്ല. എന്നാൽ നിങ്ങൾ ഇന്ന് പോയിട്ട് ഒരു പ്രാവശ്യം എഴുതി, ഓക്കെ, ആഫ്റ്റർ 1 ഡേ നിങ്ങൾ ഒരു പ്രാവശ്യം എഴുതി, അഗെയിൻ 1 ഡേ കഴിഞ്ഞ് ഒരു പ്രാവശ്യം എഴുതി, അങ്ങനെ ആ 1 മന്തിൽ നിങ്ങൾ ഓരോ ദിവസമാണ് ആ കാര്യം എഴുതുന്നെങ്കിലോ നല്ല തറവായിട്ട് നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾക്കത് മറന്നു പോകുകയില്ല. അതാണ് നമ്മൾ പഠിക്കുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കഴിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, 2 കാര്യം ഞാൻ പറഞ്ഞു. ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവും. ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഒരു ഷോർട്ട് നോട്ടിൽ എഴുതി വെച്ചിട്ട് പല സമയങ്ങളിലായിട്ട് നിങ്ങൾ എഴുതി നോക്കുക. അതായത് ഇന്ന് ഒരു പ്രാവശ്യം എഴുതുക, ആഫ്റ്റർ 1 ഡേ എഴുതി നോക്കുക, ആഫ്റ്റർ ഒരു 2 ദിവസം ഇടവേളകൾ നിങ്ങൾ എന്ത് ചെയ്യാം, ആ സംഭവം എഴുതി പഠിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ എന്താണ് അത് നിങ്ങൾക്ക് ക്ലിയർ ആവും. പിന്നെ നമുക്ക് ഈ ഷോർട്ട് നോട്ട് ഉണ്ടെങ്കിലുള്ള ഒരു ഉപകാരം, നമ്മൾ ഓരോ ചാപ്റ്റർ വൈസും അങ്ങനെയുള്ള കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ഇക്വേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഷോർട്ട് നോട്ട് ചെയ്യണം. കാരണം ഞാൻ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്, ഈ എക്സാമിന്റെ തലേ ദിവസം അവരുടെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക്, ഇത്രയും വലിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ആയിരിക്കും അവരുടെ കയ്യിലുണ്ടാവും. ഓക്കെ, വലിയ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും അവർ പഠിക്കുക. വലിയ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അവർ പഠിക്കുന്നതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് വലിയ രുചികളാണല്ലോ, ഭയങ്കര പഠിപ്പിസ്റ്റുകളാണല്ലോ, വലിയൊരു ടെക്സ്റ്റ് ബുക്സ് ആണല്ലോ അവരുടെ കയ്യിലിരിക്കുന്നത്, ഓക്കെ, ഭയങ്കര മാർക്ക് കിട്ടുന്ന കുട്ടികളായിരിക്കും വിചാരിക്കും. പക്ഷേ അത് സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യം എന്താ, അവർക്ക് എക്സാം കഴിയുമ്പോൾ അവർക്ക് ഒരു മാർക്കും ഉണ്ടാവില്ല. ഓക്കെ, കാരണം അവർക്ക് എക്സാമിന് അവർക്ക് സ്കോർ ചെയ്യാൻ അറിയില്ല. നമ്മൾ എക്സാമിന്റെ തലേ ദിവസം നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്, ഓക്കെ, എക്സാമിന്റെ തലേ ദിവസം നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് ഒരു വലിയ ടെക്സ്റ്റ് ബുക്ക് അല്ല. ഓക്കെ, എക്സാമിന്റെ തലേ ദിവസം നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് ഇതേപോലെയുള്ള ടെക്സ്റ്റ് ബുക്ക് അല്ല. പകരം എന്താണ്, ഇതേപോലെയുള്ള ഒരു ബുക്ക് ആയിരിക്കണം നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. മനസ്സിലായോ? ഓക്കെ, ഈ ബുക്ക് അല്ല നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്, ഈ ബുക്ക് ആയിരിക്കണം നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, കാരണം എക്സാമിന്റെ തലേ ദിവസം നിങ്ങൾ പോയിട്ട് ഈ പറയുന്ന എല്ലാ കാര്യവും, വലിയ ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് വായിച്ച് തീർക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഓരോ ചാപ്റ്ററും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ഷോർട്ട് നോട്ട് പോലെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം മാത്രം മതി നിങ്ങൾക്ക് ലാസ്റ്റ് വായിച്ച് നോക്കാൻ, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭയങ്കര രുചികളായിട്ട് നമ്മൾ ആ ഒരു ഇതിൽ പോയിട്ട് കാര്യമില്ല. നമ്മൾ എക്സാമിന് സ്കോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനോട് എതിരഭിപ്രായമുള്ള ആൾക്കാരുണ്ടോ? സാർ അങ്ങനെയല്ല, നമ്മൾ സബ്ജക്ട് ഡീപ്പായിട്ട് പോവുകയല്ലേ വേണ്ടത്, നമ്മുടെ സബ്ജക്ട് അറിഞ്ഞ് നമ്മുടെ സബ്ജക്റ്റിനുള്ളിലോട്ട് നമ്മൾ വലിയ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ വായിക്കണ്ടേ? യെസ്, വായിക്കണം. അതൊന്നും എക്സാമിന്റെ സമയത്തല്ല നമ്മൾ വായിക്കാൻ വേണ്ടി പോകുന്നത്. അതൊക്കെ പണ്ട് നമ്മൾ എന്താണ് ഫ്രീ കിട്ടുന്ന മറ്റു പല സമയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അത് വായിക്കാൻ വേണ്ടി പോകണം.
എക്സാമിന്റെ തലേദിവസം നമ്മൾ ഒരിക്കലും വലിയൊരു ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ നമുക്ക് ഇടയാകരുത്. പകരം എന്ത് ചെയ്യണം, ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് മാത്രമേ നമ്മൾ വായിക്കേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വേണം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കേണ്ട കുറെ കാര്യങ്ങൾ. അപ്പൊ ആ രീതിയിലാണ് നിങ്ങൾ +1 ഉം +2 നമ്മുടെ സയൻസ് പഠിക്കുവാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ നിങ്ങൾക്ക് ഫുൾ മാർക്സ് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ ഫുൾ A+നേക്കാൾ ഇമ്പോർട്ടൻറ്റ് ഫുൾ മാർക്സ് തന്നെ. ഇഷ്ടം പോലെ നമ്മൾ പ്രീവിയസ് കുട്ടികളൊക്കെ ഫുൾ മാർക്സ് നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ചെറുതായിട്ട് നെഫർ എടുക്കുവാണെങ്കിൽ ഫുൾ മാർക്സ് കിട്ടാവുന്നതേ ഉള്ളൂ. മറ്റുള്ള സബ്ജക്റ്റിനേക്കാളും, ഫോർ എക്സാമ്പിൾ ഹ്യൂമാനിറ്റീസിനെക്കാട്ടിലും കൊമേഴ്സിനെക്കാട്ടിലും ഒക്കെ കൂടുതൽ മാർക്സ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ ഫുൾ മാർക്സ് തന്നെ. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് കുറെ ആൾക്കാർ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. സാർ അപ്പൊ മാത്സോ? സോ മാത്സിന് എന്താ പ്രശ്നം? നമ്മൾ മാത്സ് ആണെങ്കിലും ഓരോ ദിവസം എടുക്കുന്ന കാര്യങ്ങള് നമ്മൾ കുറെ ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പൊ അന്ന് തന്നെ പോയിട്ട് നമ്മൾ അത് ചെയ്ത് നോക്കുകയും അതിന്റെ ടീച്ചേഴ്സ് തരുന്ന ഹോംവർക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എക്സസൈസ്, അതിന്റെ എക്സാമ്പിൾ ആയിരിക്കും. അത് നമ്മളൊന്ന് ചെയ്ത് നോക്കുകയും ചെയ്യും. ഇതൊന്നും നമ്മൾ സാധാരണ ചെയ്യാറില്ലെന്നേ. ഇത്ര നാൾ നമ്മളൊന്നും കൃത്യമായിട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് മാത്സ് ഡിഫിക്കൽട്ട് ആയത്. ശരിയല്ലേ? ഇത്രയും നാൾ നമ്മളൊന്നും കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ മാത്സ് ഡിഫിക്കൽട്ട് ആയത്. അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്ട് ഡിഫിക്കൽട്ട് ആവുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്ട് ചിലപ്പം ഏതെങ്കിലും സോഷ്യൽ സയൻസ് ഒക്കെ ആയിരിക്കാം. കാരണം സോഷ്യൽ സയൻസ് ഒക്കെ നമ്മൾ അങ്ങനെ തലേദിവസം പഠിപ്പിച്ച കാര്യങ്ങൾ പിറ്റേ ദിവസം അറിയാണ്ട് വന്നാലും വലിയ പ്രശ്നമില്ല. ഓക്കെ, വലിയ പ്രശ്നമില്ലെന്നേ പറയുന്നുള്ളേ, അല്ലാണ്ട് ആ സബ്ജക്റ്റിനെ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ സയൻസ് സബ്ജക്ട് തീർച്ചയായിട്ടും ഒരു ദിവസം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ പോയിട്ട് നിങ്ങൾ നോക്കാണ്ട് നെക്സ്റ്റ് ഡേ വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ എന്തായി പോകും, കോംപ്ലിക്കേഷൻ ആയി പോകും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പറയും സാർ അതൊന്നും മനസ്സിലാവുന്നില്ല, അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്ററാണ്, ആ ചാപ്റ്റർ ഒഴിവാക്കിയേക്കാം എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും അല്ല നമ്മൾ വേണ്ടത്. ഓക്കെ, ഞാൻ അതിലേക്ക് ഇനി പോയിട്ട് സമയം കളയുന്നില്ല. നിങ്ങൾ വാലൻസിയുടെ സൾഫറിന്റെ വാലൻസിയും കൂടെ നമ്മൾ ജസ്റ്റ് നോക്കുവാണ്. സൾഫറിന്റെ കേസിൽ 16 ആണ് അതിന്റെ ആറ്റമിക് നമ്പർ. വാട്ട് ഈസ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 2,8,6. outermost shell എന്ന് പറയുന്നത് we know that this is outermost shell. outermost shell അല്ലെങ്കിൽ valence shell എന്ന് പറയും. ആ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? വാലൻസ് ഷെല്ലില്? യെസ്, 6 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഇതിൽ 6 ഇലക്ട്രോൺസ് ഉള്ള ഈ കേസിൽ അതിന് ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ ഈ 6 ഇലക്ട്രോൺസിനെയും ലോസ് ചെയ്യാം. 6 ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിലോ 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാം. ഈ രണ്ട് പോസിബിലിറ്റിയും വരുമ്പോൾ ഇതിൽ ഏതാണോ ചെറിയ നമ്പർ, 6ഉം 2ഉം ലോസ് ചെയ്യാനും ഗെയിൻ ചെയ്യാനും ഉള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അതിൽ ഏതാണോ സ്മോളസ്റ്റ് നമ്പർ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, 2. അങ്ങനെ വരുമ്പോൾ ഈ ഒരു സൾഫറിന്റെ വാലൻസി എത്രയാണ് വരിക? 2 ആണ് വരിക. ഓക്കെ, ഇപ്പൊ വാലൻസി എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, +1 എത്തിക്കഴിഞ്ഞാൽ വാലൻസി എന്ന് പറയുമ്പോൾ എല്ലാവരും തിരിച്ചു വേണം. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വാലൻസി എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു കേസ് നമ്മൾ നോക്കുന്നത്, നമ്മൾ കെമിക്കൽ ബോണ്ടിങ് ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു അയോണിക് ബോണ്ടിങ്ങിന്റെ കേസ്. അയോണിക് ബോണ്ടിങ്ങിന്റെ കേസ് ഞാൻ അത് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടുതൽ നമ്മൾ പഠിക്കുന്ന മറ്റൊരു ചാപ്റ്ററിന്റെ കാര്യം കൂടെ അതിന്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു അയോണിക് ബോണ്ടിങ് എന്ന് പറയുന്ന കേസ് തന്നെ പറയുന്നത്. ഓക്കെ, അയോണിക് ബോണ്ടിങ്. സോ അയോണിക് ബോണ്ടിങ് വഴി ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിനെ നമ്മൾ എന്ത് പറയും? അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറയും, അല്ലെ? അയോണിക് ബോണ്ടിങ് വഴി ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിനെ നമ്മൾ എന്താ വിളിക്കാറുള്ളത്? അയോണിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും. ഓക്കെ, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു അയോണിക് കോമ്പൗണ്ട് ആണ് NaCl എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കാര്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. NaCl എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട് അയോണിക് ബോണ്ടിങ് ആണ്. അയോണിക് ബോണ്ടിങ് വഴി ഫോം ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ദാറ്റ് മീൻസ് അയോണിക് ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ഒരാൾ ഇലക്ട്രോണിനെ ലോസ് ചെയ്യും, മറ്റേ ആളെന്തെയും ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും. അതാണ് നടക്കുന്ന കാര്യം, അല്ലെ? അപ്പൊ ഇവിടെ സോഡിയം എന്ന് പറയുന്ന എലമെന്റ് 11 ആണ് അതിന്റെ ആറ്റമിക് നമ്പർ. വാട്ട് ഈസ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 2,8,1. അപ്പൊ ഔട്ടർമോസ്റ്റ് ഷെല്ലില് 1 ഇലക്ട്രോൺ ഉള്ളത്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എന്താണ്? 1 ഇലക്ട്രോൺ ഉള്ളത്. അപ്പൊ ഇതിന് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ അതിന് 1 ഇലക്ട്രോണിനെ ലോസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് 7 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാം.
ഇതിൽ നമുക്കറിയാം ദിസ് വൺ ഈസ് പോസിബിൾ, ദിസ് വൺ ഈസ് നോട്ട് പോസിബിൾ. ബിക്കോസ് ഈ ചെറിയ നമ്പർ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ സോഡിയത്തിന്റെ വാലൻസി എന്താണ്? സോഡിയത്തിന്റെ വാലൻസി എത്രയാണ്? 1 ആണ്. സോഡിയത്തിന്റെ വാലൻസി എന്താണ്? 1 ആണ്. അപ്പൊ ഈ സോഡിയം എന്ന് പറയുന്ന എലമെന്റ് that is Na. ഈ സോഡിയം എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് നമ്മൾ എഴുതുമ്പോൾ അതിൽ എന്തെങ്കിലും ചാർജ് ഉണ്ടോ? സോഡിയം എന്ന് പറയുന്ന ഒരു എലമെന്റിന്റെ സിമ്പൽ ഞാൻ എഴുതി. ഈ പറയുന്ന സോഡിയത്തിന് എന്തെങ്കിലും ചാർജ് ഉണ്ടോ? ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. സോഡിയം എന്ന് പറയുന്ന എലമെന്റിന് എന്തെങ്കിലും ചാർജ് ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോ. ഞാൻ ചാറ്റിംഗ് ഓപ്ഷനിലൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ് കൊടുത്തത്. നിങ്ങൾക്ക് ബിറ്റ്വീൻ ചാറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങോട്ട് മാത്രമേ ചാറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ആരും കാണാൻ വേണ്ടി പോകുന്നൊന്നുമില്ല. സോഡിയം എന്ന് പറയുന്ന എലമെന്റിന് ഒരു ചാർജും ഇല്ല. അതെന്താണ്? ന്യൂട്രൽ ആണ്. ഏതൊരു എലമെന്റും എന്താണ്? ന്യൂട്രൽ ആണ്. എലമെന്റൽ ഫോമിൽ ഇരിക്കുന്ന ഏതൊരു ആറ്റവും എന്താണ്? ന്യൂട്രൽ ആണ്. അപ്പൊ സോഡിയം എന്താണ്? ന്യൂട്രൽ ആണ്. ഈ സോഡിയം എന്ന് പറയുന്ന സോഡിയം മാത്രമല്ല, ഏതൊരു എലമെന്റും എന്താണ്? ഏതൊരു ആറ്റവും എന്താണ്? ന്യൂട്രൽ ആണ്. ഒരു ആറ്റം ന്യൂട്രൽ ആണ്. ഒരു ആറ്റം ന്യൂട്രൽ ആവാനുള്ള കാരണം എന്താണ്? വാട്ട്സ് ദ റീസൺ ഫോർ an atom is neutral? An atom is neutral. Why? ആർക്ക് പറയാൻ വേണ്ടി സാധിക്കും? An atom is neutral. Why? ഒരു ആറ്റം ന്യൂട്രൽ ആണ്. അതിന്റെ റീസൺ എന്താണ്? സോ കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര തകർപ്പൻ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അവരൊക്കെ എന്താണ് ആൻസർ പറയാത്തെ? ഒരു ആറ്റം ന്യൂട്രൽ ആണ്. ഏതൊരു ആറ്റം, സോഡിയം അല്ല, പൊട്ടാസ്യം അല്ല, ഏതൊരു ആറ്റം ആണെങ്കിലും എന്താണ്? ന്യൂട്രൽ ആണ്. ഓക്കെ ഓക്കെ, കുറെ ആൻസേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾ ടൈപ്പ് ചെയ്യാനുള്ള സമയം കൊണ്ടാണ് അത്രയും ലേറ്റ് ആയി പോയത് അല്ലെ? ഓക്കെ, അതിൽ ഫസ്റ്റ് പറഞ്ഞ ആളുടെ ഞാൻ വായിക്കുകയാണ് ദിയ. ഓക്കെ, ഈക്വൽ നമ്പർ ഓഫ് എന്താണ്? ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ. ഓക്കെ, ദിയ, ഗുഡ്. ഓക്കെ, കുറെ ആൾക്കാർ ആൻസേഴ്സ് താഴോട്ട് പറയുന്നുണ്ട്. അപ്പൊ ഒരു ആറ്റത്തിന്റെ ചാർജ് ന്യൂട്രൽ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ്റത്തിലെ ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആയിരിക്കും. ഇപ്പൊ സോഡിയം എന്ന് പറയുന്ന എലമെന്റ് അതിന്റെ ആറ്റമിക് നമ്പർ 11 ആണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ 11 ഇലക്ട്രോൺസ് ഉണ്ടാവും, 11 പ്രോട്ടോൺസ് ഉണ്ടാവും. സോഡിയത്തിന് 11 ഇലക്ട്രോൺസ്, ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ്. 11 പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ്. അപ്പം ഒരേ നമ്പർ, സെയിം നമ്പർ പ്രോട്ടോൺസും ഇലക്ട്രോൺസും വരുവാണെങ്കിൽ, സെയിം നമ്പർ പ്രോട്ടോൺസും ഇലക്ട്രോൺസും വരുവാണെങ്കിൽ അതിന് ചാർജ് ഉണ്ടാവോ? ഇല്ല. ചാർജ് എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. ഇല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഒരു ആറ്റത്തിന്റെ ചാർജ് എന്താവുന്നേ? ന്യൂട്രൽ ആവുന്നേ. ബിക്കോസ് ഈക്വൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ് ആൻഡ് പോസിറ്റീവ് ചാർജ്. ഒരു ആറ്റത്തിനുള്ളിൽ എപ്പോഴും ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ചാർജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ചാർജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. What is atomic number? What is atomic number? What is atomic number? ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഈ ക്ലാസ്സിൽ, ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, പക്ഷെ ഒറിജിനൽ നമ്മുടെ +1 ക്ലാസ്സുകളിൽ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് അൺമ്യൂട്ട് ആയിട്ട് ആൻസർ പറയാവുന്നതാണ്. ഓക്കെ, കാരണം ഇപ്പൊ നമുക്ക് റെസ്ട്രിക്ഷൻ ഇല്ലാണ്ട് പറ്റത്തില്ല. ഓക്കെ ഓക്കെ, അപ്പം മിക്സ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് വരുന്നത്. വാട്ട് ഈസ് ആറ്റമിക് നമ്പർ? ആക്ച്വലി ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓൺലി. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അങ്ങനെ എവിടെയെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ട്, തെറ്റാണത്. വാട്ട് ഈസ് ആറ്റമിക് നമ്പർ? ഇറ്റ്സ് എ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഇറ്റ്സ് എ നമ്പർ ഓഫ് എന്താണ്? പ്രോട്ടോൺസ് ആണ്. ഓക്കെ, പക്ഷേ ഒരു ആറ്റത്തിന്റെ കേസിൽ എപ്പോഴും പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോണിന്റെയും നമ്പർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരു ആറ്റത്തിന്റെ കേസിൽ എപ്പോഴും പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും നമ്പർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷേ എന്താണ് ആറ്റമിക് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. പക്ഷെ ഒരു ആറ്റത്തിനുള്ളിൽ പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ നമ്പർ സെയിം ആയിരിക്കും ഞാൻ പറഞ്ഞു. പക്ഷെ ന്യൂട്രോണിന്റെ നമ്പർ അത് തന്നെ ആവണമെന്നില്ല. പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ നമ്പർ സെയിം ആയിരിക്കും, പക്ഷെ ന്യൂട്രോണിന്റെ നമ്പർ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. അപ്പൊ ഈ പറയുന്ന സോഡിയം 11 ഇലക്ട്രോൺ പ്രോട്ടോൺ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് ന്യൂട്രൽ ആയിരിക്കും. എന്നാൽ നമുക്കറിയാം ഇവിടെ സോഡിയം ചെയ്യുന്ന കാര്യം എന്താ? സോഡിയം 1 ഇലക്ട്രോണെ ലോസ് ചെയ്യും. സോഡിയം 1 ഇലക്ട്രോണിനെ ലോസ് ചെയ്ത് ഞാൻ കെമിസ്ട്രിയിൽ എങ്ങനെ കാണിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, സോഡിയം ഇങ്ങനെ ഒരു ആരോ മാർക്ക് കൊടുക്കുന്നു, Na+1 ഇലക്ട്രോൺ കൊടുക്കുന്നു. അതായത് ഇവിടെ ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ആയതുകൊണ്ടാണല്ലോ അതിന് ഒരു ചാർജ് ഇല്ലാതിരുന്നത്. പക്ഷെ അതിന്റെ ഉള്ളിൽ നിന്ന് നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു ഇലക്ട്രോൺ, ഇതാണ് ഇലക്ട്രോണിന്റെ സിമ്പിൾ ആട്ടോ. ഇ എന്ന് എഴുതിയിട്ട് മുകളിൽ ഒരു വര ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇലക്ട്രോണിന്റെ സിമ്പിൾ ആണ്. ഓക്കെ,
ഓക്കെ, 9th ടെക്സ്റ്റിൽ പറയാൻ തെറ്റാണ് കേട്ടോ. 9th ടെക്സ്റ്റിൽ പറയുന്നത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട. ഓക്കെ, അപ്പൊ നോക്കിയേ, ഈ സോഡിയം 1 ഇലക്ട്രോണിനെ ലോസ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നത്? Na പ്ലസ് എന്നായിട്ട് മാറും. Na പ്ലസ് എന്നായിട്ട് മാറും. അതിന് കാരണം എന്താ? ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുള്ളിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി എന്ന് പറയുമ്പോൾ, ഒരു നെഗറ്റീവ് ചാർജ് പോയി എന്ന് പറയുമ്പോൾ, അപ്പോൾ സംഭവിച്ച കാര്യം എന്താ? 10 ഇലക്ട്രോണും 11 പ്രോട്ടോൺസും ആയി. അതായത് 10 നെഗറ്റീവും 11 പോസിറ്റീവും ആയി. അതുകൊണ്ടാണ് എന്തായത് Na പ്ലസ് എന്നായിട്ട് മാറിയത്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കാണിക്കുക കേട്ടോ. ഇനി സിമിലർലി നമ്മൾ ക്ലോറിന്റെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സമയമില്ലാതെ കുറച്ച് സ്പീഡിൽ നിന്ന് പോവാണേ. ഓക്കെ, കാരണം ഈ ഒരു ടോപ്പിക് എങ്കിൽ നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ക്ലോറിൻ ചെയ്യുന്ന കാര്യം എന്താ? ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 17 ആണ്. ഫോർ 2, 8, 7. സോ 2 പോസിബിലിറ്റി, either ഈ 7 ഇലക്ട്രോണിനെ ലോസ് ചെയ്യാം, അല്ലെങ്കിൽ 1 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാം. സോ 1 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന പോസിബിലിറ്റി ആണ് നമുക്ക് നടക്കുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്ലോറിന്റെ ഉള്ളില് സ്റ്റാർട്ടിങ്ങിൽ അതിന് 17 പ്രോട്ടോണും 17 ഇലക്ട്രോണും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലോറിന് എന്തില്ല, ചാർജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ക്ലോറിൻ ഈ സോഡിയം കൊടുത്ത 1 ഇലക്ട്രോണിനെ ക്ലോറിൻ ഗെയിൻ ചെയ്യുന്നത് കൊണ്ട്, 1 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നത് കൊണ്ട് ക്ലോറിന്റെ ചാർജ് എന്തായിട്ട് മാറും? Cl മൈനസ് എന്നായിട്ട് മാറും. ഓക്കെ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫൈനലി നമ്മളുടെ Na പ്ലസും Cl മൈനസും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് NaCl എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാവുന്നത്. NaCl എന്ന് പറയുന്ന ഈ ഒരു അയോണിക് കോമ്പൗണ്ടിന്റെ ഉള്ളില് സോഡിയവും ക്ലോറിനും തമ്മിൽ ബോണ്ട് ഒന്നുമില്ല. പകരം എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം Na പ്ലസ് ആണ്, Cl മൈനസ് ആണ്. നോക്കി വളരെ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അതായത് ഫുള്ള് ഈ പറയുന്ന പ്ലസും മൈനസും തമ്മിലുള്ള അട്രാക്ഷനും ആ ഒരു ബേസിക് ആണ് ഏറ്റവും ആവശ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. എപ്പോഴും ഒരു പ്ലസ് സൈഡ് മൈനസ് സൈഡ് കൂടെ അട്രാക്ഷൻ, നെഗറ്റീവ് എന്താണ്? റിപ്പൾഷൻ. പോസിറ്റീവ് എന്താണ്? റിപ്പൾഷൻ. ഈ ഒരു കാര്യം എപ്പോഴും ഉണ്ടാവുക. അപ്പൊ ഇവിടെ Na പ്ലസും ഫോം ചെയ്തു, ഇവിടെ Cl മൈനസും ഫോം ചെയ്തു. Na പ്ലസും Cl മൈനസും കമ്പൈൻ ചെയ്തിട്ട് NaCl എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്തു. ഇനിയും രണ്ട് ടേമും കൂടെ ഒന്ന് പഠിപ്പിച്ചിട്ട് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. Oxidation and reduction. What is oxidation? This process is oxidation. Here, sodium undergo oxidation. Okay, sodium undergo oxidation. അതായത് ഞാനിപ്പോ സോഡിയം ആണ് വിചാരിക്കുക. എന്റെ ഒരു ഇലക്ട്രോൺ ലോസ് ആയിപ്പോയി, എന്റെ ഒരു ഇലക്ട്രോൺ എനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാനിപ്പോ സോഡിയം ആണ്, എന്റെ ഒരു ഇലക്ട്രോൺ ലോസ് ആയിപ്പോയി. അങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഓക്കെ, എനിക്ക് ഓക്സിഡേഷൻ സംഭവിച്ചെന്ന് പറയാൻ വേണ്ടി പറ്റും. മനസ്സിലായല്ലോ? അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ ക്ലോറിൻ ആണ് വിചാരിക്കും. ഞാൻ ആരാണ്? ഞാൻ ക്ലോറിൻ ആണ്. ഞാൻ എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോണിനെ ഞാൻ ഗെയിൻ ചെയ്തു. വേറെ ആരുടെയോ ഇലക്ട്രോണിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു. മനസ്സിലായോ? വേറെ ആരുടെയോ ഇലക്ട്രോണിനെ ഞാൻ എന്ത് ചെയ്തു? അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു. അപ്പൊ എനിക്ക് എന്ത് പറയാം? എനിക്ക് എന്ത് സംഭവിച്ചു? റിഡക്ഷൻ സംഭവിച്ചു. എന്താണ് സംഭവിച്ചത്? റിഡക്ഷൻ സംഭവിച്ചു. സോ ഓക്സിഡേഷനും റിഡക്ഷനും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. കാരണം നിങ്ങൾ ഓക്സിഡേഷൻ റിഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ 10th വരെ വേറെ എന്തൊക്കെയോ പഠിച്ചു വെച്ചേക്കുന്നത്. അതൊന്നും നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, ആറ്റമിക് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? ഒന്നും കൂടെ പറയാമോ? ആറ്റമിക് നമ്പർ വെച്ചാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് കേട്ടോ. ഒരു ആറ്റത്തിനുള്ളിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ട് അതിന്റെ നമ്പർ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, വേറെ ഒന്നുമില്ല. ഓക്കെ, പിന്നെ ഒറ്റൊരു കാര്യം, നമുക്കൊരു 2 minutes കൂടെ ഉള്ള ഒറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ. ഒരു കോമ്പൗണ്ട് കണ്ടാൽ അത് അയോണിക് കോമ്പൗണ്ട് ആണോ കോവാലന്റ് കോമ്പൗണ്ട് ആണോ നിങ്ങൾ എങ്ങനെയാ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാം? ഞാനിപ്പോ ഒരു കോമ്പൗണ്ട് എഴുതി NaCl, ഞാൻ മറ്റൊരു കോമ്പൗണ്ട് എഴുതി കാൽഷ്യം ഫ്ലൂറൈഡ്, മറ്റൊരു കോമ്പൗണ്ട് എഴുതി മഗ്നീഷ്യം ഓക്സൈഡ്, മറ്റൊരു കോമ്പൗണ്ട് എഴുതി കാർബൺ ഡയോക്സൈഡ്. ഇതില് ഫസ്റ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്, സെക്കൻഡ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്, തേർഡ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്, ഫോർത്ത് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ക്യാരക്ടർ
First compound is an ionic compound. Second compound is an ionic compound. Third compound is an ionic compound. Fourth compound is a covalent compound. ഞാൻ എങ്ങനെയാണ് അങ്ങനെ മനസ്സിലാക്കിയത് പറയാം. Ionic compound എന്ന് വെച്ചാൽ ionic compound is a combination of ഒരു മെറ്റലും ഒരു നോൺ മെറ്റലും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. മെറ്റൽ പ്ലസ് നോൺ മെറ്റൽ, ഒരു മെറ്റലും നോൺ മെറ്റലും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യാം? അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യാം. കോവാലന്റ് കോമ്പൗണ്ട് ആണെങ്കിലോ നോൺ മെറ്റൽ പ്ലസ് നോൺ മെറ്റൽ. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒരു കോമ്പൗണ്ട് അയോണിക് കോമ്പൗണ്ട് ആണോ കോവാലന്റ് കോമ്പൗണ്ട് ആണോ നമുക്ക് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോഡിയം ഒരു മെറ്റൽ ആണ്, ക്ലോറിൻ ഒരു നോൺ മെറ്റൽ ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ മുഴുവൻ മെറ്റലിന്റെയും നോൺ മെറ്റലിലേക്ക് പഠിക്കണോ? പീരിയോഡ് ടേബിളിലെ മുഴുവൻ മെറ്റലിന്റെയും നോൺ മെറ്റലിലേക്ക് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? ഞാൻ കഴിഞ്ഞ ദിവസം പീരിയോഡ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞായിരുന്നു, വളരെ കുറച്ച് എലമെന്റ്സ്, നമുക്ക് ഒരു 10 എലമെന്റ്സ് മാത്രമേ എന്തുള്ളൂ, നോൺ മെറ്റൽസ് ഉള്ളൂ. ബാക്കി എല്ലാം മെറ്റൽസ് ഓർ മെറ്റലോയിഡ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് നോൺ മെറ്റൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങളത് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പം കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ കാർബണും ഒരു നോൺ മെറ്റൽ ആണ്, ഓക്സിജനും ഒരു നോൺ മെറ്റൽ ആണ്. രണ്ട് നോൺ മെറ്റലുകളുടെ കോമ്പിനേഷൻ ആണ് അത്. അപ്പൊ അതുകൊണ്ട് അത് കോവാലന്റ് കോമ്പൗണ്ട് ആയി. സോ ഇനി നമ്മൾ ടൈം ഇവിടെ വൈൻഡപ്പ് ചെയ്തു. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് പറയാണ്. നമുക്ക് നെക്സ്റ്റ് എവിടെയെങ്കിലും വെച്ചിട്ട് നെക്സ്റ്റ് ഒരു ക്ലാസ് കൂടെ ഉണ്ട്, ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ, വാട്സാപ്പിലൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നമ്മൾ ലീവ് ചെയ്തോളൂ. ഓക്കെ.